കൃഷ്ണാർപ്പണമസ്തു. സച്ചിദാനന്ദ സ്വരൂപനായ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാതാരബിന്ദങ്ങളെ അർച്ചിച്ചുകൊണ്ട് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം. കുറൂരമ്മയുടെ കഥകളുടെ ബാക്കി ഭാഗമാണ് ഇന്ന് നാം പറയാൻ പോകുന്നത്. കുറൂരമ്മയോട് എപ്പോഴും ഏട്ടത്തിയമ്മ വഴക്കുണ്ടാക്കുമായിരുന്നു. കുറൂരമ്മ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ അതിൽ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിച്ചാണ് അത് ചെയ്യാറ്. അങ്ങനെ ഒരു ദിവസം കുറൂരമ്മ അകത്തളയിൽ ജോലി ചെയ്യുകയായിരുന്നു. അന്നും ഏട്ടത്തി കുറൂരമ്മയോട് വഴക്കിട്ടിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെ വലിയൊരു ശബ്ദം കേട്ടു. ഗൗരിയോട് അല്പനേരം മുന്നേ വഴക്കിട്ട ഏട്ടത്തിയമ്മയുടെ നാവ് അനങ്ങുന്നില്ല. അവർക്ക് ഒന്നും തന്നെ സംസാരിക്കാൻ കഴിയുന്നില്ല. എല്ലാവരും കൂടെ ഭയപ്പാടോടെ വൈദ്യരെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. നമ്മുടെ ഗൗരിയോട് അനുജത്തിമാർ വന്ന് വിവരം പറഞ്ഞു. അപ്പോൾ ഗൗരിക്ക് കാര്യം മനസ്സിലായി. ഇതെല്ലാം നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ ലീലകളാണ്. വൈദ്യർ പെട്ടെന്ന് തന്നെ മനയിലേക്ക് വന്നു. സന്യാസിയുടെ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് വൈദ്യൻ. അദ്ദേഹത്തിന് കണ്ടപ്പോൾ തന്നെ കാര്യം പിടികിട്ടി. വൈദ്യർ പറഞ്ഞു, ഏട്ടത്തിയമ്മയ്ക്ക് യാതൊരു അസുഖവുമില്ല. അപ്പോൾ എല്ലാവരും അതിശയിച്ചു. പിന്നെന്താ പ്രശ്നമെന്ന് എല്ലാവരും തിരക്കി. അപ്പോൾ വൈദ്യർ പറഞ്ഞു, ഇവിടെ ഈശ്വര സേവയുള്ള ഒരു കുട്ടിയില്ലേ, ആ കുട്ടിയുമായിട്ട് വഴക്കുണ്ടാക്കുകയോ മറ്റോ ചെയ്തോ? ആ കുട്ടിയുടെ മനസ്സ് വേദനിച്ചാൽ ഈശ്വരൻ പൊറുക്കുകയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഗൗരിയുമായിട്ട് ഏട്ടത്തിയമ്മ വഴക്കിട്ടത് കണ്ടവരൊക്കെ അത് കണ്ടതായി അവിടെ വെച്ച് പറഞ്ഞു. വൈദ്യർ അതിനൊരു പരിഹാരവും ഉപദേശിച്ചു. ഗൗരിയുടെ കാൽ തൊട്ട് തൊഴുക. ഭഗവാൻ കൂടെയുള്ള കുട്ടിയാണ് ഗൗരി. പുണ്യാത്മാക്കളെ കാണുന്നതും നമസ്കരിക്കുന്നതും പുണ്യമാണെന്ന് വൈദ്യർ പറഞ്ഞു. ഗൗരി അകത്തളത്തിലേക്ക് പ്രവേശിച്ച് വൈദ്യരുടെ മുന്നിൽ എത്തിയപ്പോൾ അതാ വൈദ്യർ ഗൗരിയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. അതിനുശേഷം അവിടെ നിന്ന് എല്ലാവരും ഗൗരിയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ഏട്ടത്തിയമ്മ നമസ്കരിച്ച് കഴിഞ്ഞപ്പോൾ അവർ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിനുശേഷം അവർ നമ്മുടെ ഗൗരിയോട് മാപ്പും പറഞ്ഞു. ഏട്ടത്തിയമ്മയുടെ നാവിന് ജീവൻ വീണപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും സന്തോഷമായി. കുറൂരമ്മ ഭഗവാനെ തൊട്ടറിഞ്ഞതുപോലെ ഇത് കേൾക്കുന്ന ഓരോ പുണ്യാത്മാവിനും കഴിയട്ടെ എന്ന് കണ്ണനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗം നിർത്തുന്നു. ഇതിൻ്റെ തുടർ കഥകളായി വീണ്ടും വരാം. ഹരേ കൃഷ്ണ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ലോകസമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു.